ഹലോ ഗൈസ്, ചൂടായതുകൊണ്ട് നമുക്കൊരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഒരു നാരങ്ങ എടുത്തിട്ട് നമ്മൾ നാരങ്ങ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നാരങ്ങ നമ്മൾ അട്ടപ്പട്ടലം ഞെക്കി പിഴിഞ്ഞ് അതിന് എത്രത്തോളം എടുക്കാൻ പറ്റുന്ന അത്രത്തോളം എടുക്കും. കാരണം അത് ഇച്ചിരി മൂപ്പ് കുറവായിരുന്നു. മൂപ്പ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പച്ചയായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം എനർജി എടുത്തിട്ടാണ് നമ്മളതൊന്ന് ഉടച്ചെടുത്തായിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മുറിച്ച് ഞെക്കി പിഴിയാൻ എത്രത്തോളം നമുക്ക് ഞെക്കി പിഴിയാൻ കിട്ടുന്നു അത്രത്തോളം നമ്മൾ ഞെക്കി പിഴിഞ്ഞെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ പഞ്ചസാര, ഉപ്പാണോ പഞ്ചസാരയാണുള്ള ഓപ്ഷൻ, നമുക്ക് പഞ്ചസാരേനെ പിള്ളേർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കോരിയെടുക്കുന്ന പഞ്ചസാരനെ പോലെ അമ്മനെ അങ്ങനെ കോരിയെടുത്ത് മെറ്റിലേക്ക് ഇടുമെന്ന് അറിയില്ല, കാരണം അത്രയ്ക്കും പഞ്ചസാര കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ പച്ചനാരങ്ങയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ ലേശം കൂടി ഒരു പഞ്ചസാര ലേശം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ 2 കപ്പ് കണ്ടില്ലേ, ഈ 2 കപ്പ് നമ്മൾ ശിവരാത്രി മണപ്പുറത്തുനിന്ന് മേടിച്ചത് 30 രൂപ ഒരു കപ്പിന്. നല്ല കപ്പാണ് അത്. കാണിച്ചോട്ടുകൂടി പിന്നെ പിള്ളേർക്ക് ഇച്ചിരി വെള്ളം കൂടിയെങ്കിലും കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനർജി ഡ്രിങ്ക് കൊടുത്ത് ഇച്ചിരി എനർജി ആക്കാൻ വേണ്ടിയിട്ട് കുടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ കുടിച്ചാൽ പോരാ, അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കുടലോട്ട് കൂടിയും കുടിക്കണം. അപ്പോൾ ഞാൻ എന്താ കുടലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി നിൽക്കുകയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മോളോട് ചോദിച്ചു, ഇത് എന്തിട്ട് കുടലാണോ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവന് കമ്പിട്ട് കുടിക്കണം, കോലിട്ട് കുടിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ പേര് എന്തുട്ടാ? സ്ട്രോ എന്തുട്ടാ? ജ്യൂസ് ഇട്ട് എൻ്റെ പേരാണ്